അപ്പൊ ഫെമിനിസത്തെ കുറിച്ച് എന്ത് പറയും? ആ ഫെമിനിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിനോട് എനിക്ക് താല്പര്യമില്ല. എന്താണ് അവര് പറയുന്നതിന് എന്താണ് അർത്ഥം? അല്ല, ഫെമിനിസ്റ്റുകൾ എന്താ ആക്ച്വലി പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലേ? ഒരു പെണ്ണ് മരിക്കുന്നവരെ അവിടെ തന്നെ നിക്കണം. ഭർത്താവ് തല്ലി കൊന്നു കഴിയുമ്പോ അയ്യോ എന്നാലും അവള് മരിച്ചൂലേ, അവളെ എനിക്ക് ചിലര് എഴുതുന്ന ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കമന്റ് ഇല്ലേ രമ്യ, അവളെ എനിക്ക് തരാമായിരുന്നു. നമുക്കിന്ന് ഫെമിനിസത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഫെമിനിസം എന്താണെന്ന് അറിയാത്ത രണ്ടു പേർക്ക് ഫെമിനിസം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. ആ രണ്ടുപേര് ആരാണെന്നല്ലേ? ഒന്ന് നമ്മുടെ ആനി ചേച്ചിയാണ്. പഴയകാല നടിയും ഷാജി കൈലാസിന്റെ ഭാര്യയുമായിട്ടുള്ള അതേ ആനി ചേച്ചി തന്നെ. ഈ അമൃത ടിവിയിൽ ആനി ചേച്ചിന് ഒരു പരിപാടി ഉണ്ട്. ആനീസ് കിച്ചൺ എന്നാണ് പരിപാടിന്റെ പേര്. ഇനി ഈ പരിപാടിയിലേക്ക് ഗസ്റ്റ് ആയി വന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നിഷ ചേച്ചിയാണ് നമ്മുടെ രണ്ടാമത്തെ ആള്. അപ്പൊ ആനി ചേച്ചിയും നിഷ ചേച്ചിയുമാണ് ഫെമിനിസം എന്നറിയാത്ത ആ രണ്ടാൾക്കാർ. സംഭവം ഇവർ രണ്ടുപേരും ഈ ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ കുറിച്ചും സെൽഫ് ലവിനെ കുറിച്ചും സ്ത്രീകളുടെ മറ്റു പല പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നുണ്ട്. അതായത് സംസാരിക്കുന്നത് മുഴുവനും ഫെമിനിസത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷെ ഫെമിനിസമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് രണ്ടുപേർക്കും അറിയില്ല എന്ന് മാത്രം. എന്നിട്ട് അവസാനം ഫെമിനിസത്തെ പുച്ഛിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും രണ്ടാളും സംസാരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പൊ അത്യാവശ്യം വൈറലായി മാറിക്കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇവരുടെ ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പൊ ഫെമിനിസത്തെ കുറിച്ച് എന്ത് പറയും? ആ ഫെമിനിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിനോട് എനിക്ക് താല്പര്യമില്ല. എന്താണ് അവര് പറയുന്നതിന് എന്താണ് അർത്ഥം? അല്ല, ഫെമിനിസ്റ്റുകൾ എന്താ ആക്ച്വലി പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലേ? ഓഹോ, അപ്പൊ ഫെമിനിസ്റ്റുകൾ എന്താണ് പറയുന്നത് രണ്ടാർക്കും ശരിക്കും അറിയില്ല അല്ലെ? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് പോകുന്നതാണ് നല്ലത്. അപ്പൊ എന്താണ് ഫെമിനിസം എന്നല്ലേ? സംഭവം സിമ്പിൾ ആണ്. മനസ്സിലാകാതിരിക്കാൻ മാത്രം ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ശ്രദ്ധിച്ച് കേട്ടോ. ലളിതമായി പറയുകയാണെങ്കിൽ ലിംഗഭേദമന്യേ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും വേണം എന്ന ചിന്താഗതിയാണ് ഫെമിനിസം എന്ന് വിളിക്കുന്നത്. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊപ്പം തന്നെ തുല്യമായ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പദവികൾ ലഭിക്കണം എന്നാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അടിച്ചമർത്തപ്പെട്ട് സ്ത്രീ സമൂഹത്തെ ഉയർത്തി കൊണ്ടുവരിക എന്ന സിമ്പിൾ ആശയമാണ് ഇവിടെ ഫെമിനിസം ഉയർത്തിപ്പിടിക്കുന്നത്. ഇനി സ്ത്രീകൾ ആരും ഇവിടെ അടിച്ചമർത്തിയിട്ടില്ലല്ലോ എന്നൊന്നും പറഞ്ഞാലും വന്നേക്കല്ലേ. ഇവിടെ കാലാകാലങ്ങളായി പല വിധത്തിലായി സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. എല്ലാ പ്രിവിലേജുകളോടെയും വളർന്ന സ്ത്രീകൾക്ക് അത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ചില സ്ത്രീകൾ എന്തിനാണ് ഇവിടെ ഫെമിനിസം, സ്ത്രീകൾക്ക് അതിന് മാത്രം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള സോഷ്യൽ കണ്ടീഷനിങ്ങിൽ പെട്ടുപോയതുമാവാം. അതായത് താങ്കൾ അടിച്ചമർത്തപ്പെടുകയാണ്, ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകളും ഇതേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തിനാണ് ഫെമിനിസം, എന്താണ് ഫെമിനിസം എന്നൊക്കെ. ഫെമിനിസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് തുല്യനീതിയാണ്. അതായത് നമ്മളിപ്പോ ജോലിയുടെ കാര്യം എടുത്താൽ ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ വേതനം ലഭിക്കണം എന്ന കോൺസെപ്റ്റ്. രണ്ടാമത്തേത് സ്വാതന്ത്ര്യമാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന വളരെ ബേസിക് ആയ കാര്യങ്ങളാണ് സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി റെസ്പെക്ട്. സ്ത്രീകളെ താഴ്ന്നവരായി കാണാതെ മാന്യമായി പരിഗണിക്കുകയും അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരെ റെസ്പെക്ട് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫെമിനിസം എന്നുള്ളത് പുരുഷന്മാർക്കെതിരല്ല, മറിച്ച് പുരുഷാധിപത്യപരമായിട്ടുള്ള തെറ്റായ ചിന്തകൾക്കും വിവേചനങ്ങൾക്കും എതിരാണ്. ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങൾ ലിംഗഭേദമന്യേ എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫെമിനിസം, എന്തിനാണ് ഫെമിനിസം എന്നൊക്കെയുള്ളത് ആനി ചേച്ചിക്കും നിഷ ചേച്ചിക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫെമിനിസം എന്ന് പറഞ്ഞാൽ വേറെന്തോ മോശം സംഗതിയാണെന്ന് വിചാരിച്ചു വെച്ചത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഫെമിനിസത്തെ കുറിച്ച് പുച്ഛത്തോടെ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഫെമിനിസവും ഫെമിനിസ്റ്റുകളും കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ആളുകൾ വരെ പിന്നീട് ഫെമിനിസത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം ഈ ഫെമിനിസ്റ്റുകൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ചില ആളുകളുടെ ഉപരിവിപ്ലവ ചെയ്തികളായിരുന്നു. നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായ മര്യാദയും സാവകാശവും നൽകണം. പ്രത്യേകിച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. എന്നാലേ ജനങ്ങൾ അത് അംഗീകരിക്കുകയുള്ളൂ. ഒട്ടും വൾഗറാവാതെ ഉപരിവിപ്ലവമാകാതെ അത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ അല്ലാതെയും നമുക്ക് ചെയ്യാം. നമുക്ക് തോന്നിയ പോലെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടും നമുക്ക് ഇവിടെ ഫെമിനിസം ഇംപ്ലിമെന്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ സമൂഹത്തെ ഒരു സ്ത്രീ സൗഹൃദ സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ സൂക്ഷ്മമായി ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. പക്ഷെ അത് തീർത്തും അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. കാരണം പലതരത്തിലുള്ള മനുഷ്യന്മാരുടെ സമൂഹമാണല്ലോ നമ്മുടേത്. സോ ഓരോരുത്തരുടെ ആശയങ്ങളും പ്രവർത്തന ശൈലികളും ഒക്കെ തീർത്തും വ്യത്യസ്തമായിരിക്കും. ഈ ആദ്യകാല ഫെമിനിസം എന്ന് പറയുന്നത് വോട്ടവകാശം, വിദ്യാഭ്യാസം, തുല്യവേതനം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾക്കുള്ള പോരാട്ടമായിരുന്നു. എന്നാൽ പിന്നീട് അത് പതുക്കെ പുരുഷന്മാരോടുള്ള വിദ്വേഷം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് മാറി. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരുഷ വിരോധിയാണ് എന്നുള്ള തരത്തിലേക്ക് ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ തന്നെ കാര്യങ്ങൾ
കൊണ്ട് ചെന്നെത്തിച്ചു. ഈ പുരുഷാധിപത്യത്തെ നേരിടാൻ പുരുഷ വിരുദ്ധത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കുടുംബം എന്ന വ്യവസ്ഥിതിയെ പൂർണ്ണമായും എതിർക്കുന്നതാണ് ഫെമിനിസം എന്ന് ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു. ഈ കുടുംബങ്ങളും കുട്ടികളൊന്നും ഇല്ലാതെ വലിയ സംഭവമാക്കി നടക്കലാണ് ഫെമിനിസം എന്ന് ചില ആളുകളുടെ പ്രവൃത്തികൾ കാരണം ആളുകൾ തെറ്റിദ്ധരിച്ചു. അതുപോലെ തന്നെ പുകവലിയും മദ്യപാനവും തുടങ്ങിയ പുരുഷന്മാർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും താങ്കളും കൂടി അനുകരിച്ചാലേ ഫെമിനിസം പൂർണ്ണമാകൂ എന്ന് ചിലർ കരുതി. അങ്ങനെ മദ്യപാനവും പുകവലിയും ഒക്കെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മാറി. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും മദ്യപിക്കാം, പുകവലിക്കാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇതാണ് ഫെമിനിസം, ഇതാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ ആഘോഷമാക്കിക്കൊണ്ട് ഒരു ഉപരി വിപ്ലവ പരിപാടിയിലേക്ക് കടന്നതോടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതെല്ലാം കണ്ട് ഇതാണ് ഫെമിനിസം എന്ന് തെറ്റിദ്ധരിക്കാനിടയായി. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഫെമിനിസത്തിൽ നിന്നും അകലാൻ തുടങ്ങി. പിന്നെ സാധാരണക്കാർ ഫെമിനിസത്തിൽ നിന്നും അകറ്റിയതിന് വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്, എല്ലാം കൂടി ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്ന ആശയത്തെയല്ല, മറിച്ച് അതിന്ന് പ്രയോഗിക്കപ്പെടുന്ന വൈകല്യങ്ങൾക്കും അതിന് കടന്ന നിലപാടുകൾക്കും ഒക്കെയാണ് ഇന്ന് പലരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സോഷ്യൽ മീഡിയയിലെ ഫെമിനിസം കണ്ട് അതാണ് ഫെമിനിസം അല്ലെങ്കിൽ അത് മാത്രമാണ് ഫെമിനിസം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ആന ചേച്ചിക്കും നിഷ ടീച്ചർക്കും അതാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആന ചേച്ചിക്കും നിഷ ടീച്ചർക്കും പറയാനുള്ള എന്താന്നുള്ള ബാക്കി കൂടി കേട്ടോക്കാം. എനിക്ക് എന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്, ഫെമിനിസ്റ്റുകൾ എപ്പോഴും പുരുഷന്റെ സ്ത്രീയുടെ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ടീമല്ലേ ഇവ ഫെമിനിസ്റ്റുകൾ. ഇതിൽ ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈക്വൽ ആവണം? പുരുഷന് സ്ത്രീ എങ്ങനെ ഈക്വൽ ആവുന്നത്? ഒരിക്കലാവില്ല. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്ന ഓക്കെ, അപ്പൊ അതാണ് ഇവരുടെ പ്രശ്നം. പുരുഷനും സ്ത്രീ എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്, ഇവരൊരിക്കലും ഈക്വൽ ആവില്ല. അങ്ങനെ ആക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആനി ചേച്ചിയും നിഷ ടീച്ചറും പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള കൃത്യ മറുപടി ഞാൻ തന്നെ തരാം. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്, അതിനാൽ അവർ തുല്യരല്ല എന്ന് വാദിക്കുന്നവർ വ്യത്യാസവും തുല്യതയും, അതായത് ഈക്വാലിറ്റിയും ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് വസ്തുത. രണ്ട് വ്യക്തികൾ ശാരീരികമായോ ജൈവികമായോ വ്യത്യസ്തരായിരിക്കുക എന്നതിനർത്ഥം അവർക്ക് നൽകുന്ന മൂല്യങ്ങളോ അവകാശങ്ങളോ വ്യത്യസ്തമായിരിക്കണമെന്നല്ല. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണമായി ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിന് പങ്കെടുക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും ശാരീരികമായി വ്യത്യസ്തരായിരിക്കാം, അല്ലെ? പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി തുല്യമായിരിക്കും. അതായത് PT ഉഷയും മിൽഖ സിംഗും രണ്ടുപേരും ഇന്ത്യയിലെ അഭിമാന കായിക താരങ്ങളാണ്. എന്നാൽ ഒരാൾ സ്ത്രീയും മറ്റൊരാൾ പുരുഷനുമാണ്. അതായത് രണ്ടുപേർക്കും വ്യത്യസ്ത ശാരീരിക ഘടനയാണുള്ളത്. പക്ഷെ ആ ശാരീരിക വ്യത്യാസം അവർക്ക് നൽകുന്ന ആദരവിനെയോ പരിശീലനത്തിലുള്ള അവകാശത്തെയോ ബാധിക്കാൻ പാടില്ല എന്നിടത്താണ് ഈക്വാലിറ്റി വരുന്നത്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഈ ഈക്വാലിറ്റി. ആക്ച്വലി നമുക്ക് ഈക്വാലിറ്റിയേക്കാളും വേണ്ടത് ഇക്വിറ്റിയാണ്, അതായത് നീതിയാണ്. ഞാനൊരു ചിത്രം കാണിച്ചു തരാം. ഈ ചിത്രം സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഈക്വാലിറ്റിയും ഇക്വിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ കാണുക അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ നൽകുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ ചിത്രത്തിൽ ഈക്വാലിറ്റിയുടെ ഭാഗത്ത് നോക്കൂ. അവിടെ ഉയരം കുറഞ്ഞ കുട്ടികൾക്കും ഉയരത്തിലുള്ള സ്ത്രീകൾക്കും ഏറ്റവും ഉയരമുള്ള പുരുഷനും ഒരേ ഉയരത്തിലുള്ള ബോക്സുകളാണ് നിൽക്കാൻ നൽകിയിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും തുല്യമായ സഹായം നൽകി. പക്ഷെ ഫലം എന്താണ്? ഉയരത്തിലുള്ള ആൾക്ക് പഴം പറിക്കാൻ സാധിക്കുന്നു, എന്നാൽ ഉയരം കുറഞ്ഞ കുട്ടിക്ക് ഇപ്പോഴും അതിന് കഴിയുന്നില്ല. അതായത് എല്ലാവർക്കും ഒരേ കാര്യം നൽകുന്നത് എപ്പോഴും നീതിയാകില്ല എന്നർത്ഥം. അവിടെയാണ് ഇക്വിറ്റിയുടെ പ്രാധാന്യം. ഇക്വിറ്റിയുടെ ചിത്രം കണ്ടില്ല? അവിടെ എല്ലാവർക്കും ഒരേപോലെയല്ല സഹായം നൽകിയിരിക്കുന്നത്. ഏറ്റവും ഉയരമുള്ള ആൾക്ക് ബോക്സിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് അയാൾക്ക് ഒരു ബോക്സ് നൽകി. ഇനി ഉയരം കുറഞ്ഞ കുട്ടിക്ക് പഴം പറിക്കണമെങ്കിൽ 3 ബോക്സ് വേണം, അതുകൊണ്ട് കുട്ടിക്ക് 3 ബോക്സുകൾ വീതം നൽകി. ഇപ്പൊ നോക്കൂ, എല്ലാവർക്കും പഴം പറിക്കാൻ സാധിക്കുന്നു. അതായത് എല്ലാവർക്കും ഈക്വൽ ആയി നൽകാതെ ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് നൽകി. അങ്ങനെ തുല്യ നീതി അവിടെ നടപ്പാക്കി. അപ്പൊ ആനയും നിഷ ടീച്ചറും പറഞ്ഞ പോലെ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായും മറ്റുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ് ഫെമിനിസം. അതാണ് ഫെമിനിസത്തിന്റെ ലക്ഷ്യം. ഇതിനും സിമ്പിൾ ആയി പറഞ്ഞുതരാൻ എനിക്ക് കഴിയില്ല കേട്ടോ. എന്തായാലും ആന ചേച്ചിക്കും നിഷ ടീച്ചർക്കും പറയാനുള്ളത് ബാക്കിയൂടെ കേട്ടോക്കാം. ഒരു സ്ത്രീയുടെ ഒരു കാലിബർ അല്ല ഒരു പുരുഷന്റെ കാലിബർ, രണ്ടും രണ്ടല്ലേ? അതല്ലേ മറ്റേ സ്ത്രീ പുരുഷനാവാനും ശ്രമിക്കാൻ പറ്റില്ല, ഒരു പുരുഷൻ സ്ത്രീ ആവാനും പറ്റില്ല. അർദ്ധനാരീശ്വര സങ്കല്പം പോലും വന്നിട്ടുള്ളത് അങ്ങനെയല്ല. രണ്ടുപേരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് അടിപൊളിയാണല്ലേ? എന്റെ പൊന്നു നിഷ ടീച്ചറെ, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും രണ്ടും രണ്ടല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതേ നിങ്ങൾ തന്നെ പിന്നീട് അർദ്ധനാരീശ്വരത്തെ കുറിച്ചും പറഞ്ഞു. അതായത് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണെന്ന് പറഞ്ഞു. അതെന്നാണ് ഫെമിനിസവും പറയുന്നത്. അർദ്ധനാരീശ്വരം പോലെ തന്നെ പകുതി സ്ത്രീയും പകുതി പുരുഷനും, അതായത് ഈക്വൽ ആവുക. അത്രയേ ഉള്ളൂ ഫെമിനിസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫെമിനിസത്തെ എതിർക്കുന്ന ഇവർ തന്നെ, അല്ലെങ്കിൽ ഫെമിനിസം എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്ന ഇവർ തന്നെ ഫെമിനിസത്തിൽ വരുന്ന കുറെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. ചില ഭാഗങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യിപ്പിച്ചു തരാം. എന്നെ 10ാം ക്ലാസ്സിൽ ഡിസ്ട്രിക്ഷൻ ഒക്കെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നെ ഇപ്പൊ പഠിപ്പിച്ച് എഞ്ചിനീയറും ഡോക്ടറും ആക്കുന്നു. അപ്പോഴാണ് ട്വിസ്റ്റ്, എന്നെ നേരെ പിടിച്ച് 3rd ഗ്രൂപ്പിൽ ചേർത്തി. അത് ടീച്ചറിന്റെ ഇഷ്ടത്തിലല്ല. 3rd ഗ്രൂപ്പ് അല്ലല്ലോ, നമ്മൾ എഞ്ചിനീയർ ആവാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാനാണ് പഠിച്ച് മാർക്ക് വാങ്ങിയത്. അത് സെന്റ് മേരീസിൽ നിന്ന് പപ്പ പേരൊക്കെ വെട്ടി 3rd ഗ്രൂപ്പിലേക്ക് ആക്കി. 18 വയസ്സാകുമ്പോൾ കെട്ടിച്ചുവിടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ ദേഷ്യം ഇരട്ടിക്കല്ലേ ചെയ്യുള്ളൂ. കറക്റ്റ്.
അതായത് എങ്ങനെ, അതായത് അവരൊരു പഴയ യാഥാസ്ഥിക ചിന്ത, അതിപ്പോ നമുക്കത് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു, ഇപ്പൊ ആൻസിയുടെ മുന്നിൽ വന്നിരിക്കുന്നു. വെരി ഗുഡ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ടീച്ചർ ഇപ്പൊ ചെയ്യുന്ന റീൽസ് ഒക്കെ ഭയങ്കര ബോൾഡായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. അത് ശരിക്കും ആ റീൽസ് ഉണ്ടാവുന്ന എങ്ങനെയാ? കണ്ടന്റ് ഉണ്ടാവുന്നത് ത്രൂ ലൈഫ് എക്സ്പീരിയൻസ് ആണോ, അതോ നമുക്ക് സൊസൈറ്റിയിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല? എന്റെ ലൈഫ് എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ പറയുന്നത്, അല്ലാതെ കാണാതെ പഠിച്ച് ഒരു സംഭവം അതിൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം ഒരു ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് ഞാൻ കടന്നു വന്നത്. അതായത് സ്നേഹം കിട്ടാത്തതാണ് എന്റെ മെയിൻ പ്രശ്നം. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്നേഹം കിട്ടാത്ത, സ്നേഹങ്ങൾ കിട്ടുന്നുണ്ട്. എന്താണ് ഈ ഉദ്ദേശിക്കുന്നുള്ള സ്നേഹം? കെയറിങ്. ഞാനായിട്ടിരിക്കണം. അത് ഞാൻ എപ്പോഴും ഒരു 10 വയസ്സുകാരിയിൽ സ്റ്റക്കാണ് ചേച്ചി. അവിടുന്ന് വളർന്നില്ല. നമ്മളൊരു കുട്ടിയായിട്ട് കാണുന്ന, അതാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. നമ്മളെപ്പോഴും കെയർ ചെയ്യുന്ന, അതായത് നമുക്ക് എന്തും ചെയ്യാം, അതായത് ഫ്രീഡം. അപ്പൊ അത് കിട്ടാതാവുമ്പോ നമുക്ക് ആരൊക്കെയാണോ നമ്മളെ നോ എന്ന് പറയുമ്പോ വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ, ആ ഒരു ചിന്തയാണ്. എനിക്കും ചെയ്യണം, ഞാനും ചെയ്യും. അതാണ് വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ. ഫെമിനിസ്റ്റുകളുടെ ആപ്തവാക്യമാണ്. ഇതും പറഞ്ഞുകൊണ്ടാണ് ചേച്ചി എനിക്ക് ഫെമിനിസം എന്താണെന്ന് അറിയില്ല, എന്തിനാണ് ഇവിടെ ഫെമിനിസം എന്നൊക്കെ ചോദിക്കുന്നത്. അതായത് നിശ ടീച്ചർക്ക് അവർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം വീട്ടുകാർ നൽകിയില്ല. ടീച്ചർ എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ വീട്ടുകാര് +2 സയൻസിന് കൊണ്ടുപോയി ചേർക്കാതെ ഹ്യൂമാനിറ്റീസിന് കൊണ്ടുപോയി ചേർത്തു. 18 വയസ്സായി കഴിഞ്ഞാണെങ്കിൽ കല്യാണം കഴിച്ച് അയക്കാനുള്ളതല്ല, നീയൊക്കെ അത്ര പഠിച്ചാൽ മതി എന്ന നിലപാടായിരുന്നു വീട്ടുകാർക്ക്. അതായത് ഇവിടെ നിശ ടീച്ചറുടെ അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങളാണ് നിഷേധിക്കപ്പെട്ടത്. ആഗ്രഹിച്ച വിദ്യാഭ്യാസം ലഭിച്ചില്ല, ആഗ്രഹിച്ച രീതിയിലുള്ള വിവാഹ ജീവിതം ലഭിച്ചില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ടീച്ചർക്ക് അതിന് വിഷമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇതെല്ലാം മറികടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അവിടെയാണ് ടീച്ചറെ ഫെമിനിസത്തിന്റെ പ്രാധാന്യം. ഇതുപോലെ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. വീട്ടുകാർ ഇഷ്ടമില്ലാത്ത കോഴ്സിന് ചേർത്തിയപ്പോൾ ടീച്ചർക്ക് പ്രതിഷേധം തോന്നിയില്ല. അത് തന്നെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ സ്വന്തം വീടുകളിലും തൊഴിലിടങ്ങളിലും അടിച്ചമർത്തപ്പെടുന്ന ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഫെമിനിസം എന്ന ആശയം തുടങ്ങിയിട്ടുള്ളത്. അത് വളരെ മികച്ച റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തല്ലോ. ഇന്ന് പഴയ പോലെയാണോ കാര്യങ്ങൾ? അല്ലല്ലോ. സ്ത്രീകൾ സമൂഹത്തിൽ ഒരുപാട് മുൻപന്തിയിലേക്ക് വന്നില്ല. അത് ഫെമിനിസം കാരണമാണ്. ഒരു കാലത്ത് ലിബറൽ ആയി പോയിക്കൊണ്ടിരുന്ന ഫെമിനിസം പിന്നീട് റാഡിക്കലും ഉപരിവിപ്ലവവും ഒക്കെ ആയി മാറിയപ്പോൾ അതിനുണ്ടായിരുന്ന ജനപിന്തുണ കുറയുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ സ്ത്രീകൾക്ക് ഇന്ന് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആദ്യകാല ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളിലൂടെ അവർ നേടിയെടുത്തത് തന്നെയാണ്. സോ ഫെമിനിസത്തെ പുച്ഛിക്കുമ്പോഴും പൂർണ്ണമായി ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴും ഇതൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ബാക്കിയാണ് നോക്കാം. സത്യത്തിൽ ഒരു പബ്ലിക്കിലേക്ക് എത്തണം. ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഒരു 10 വർഷം മുമ്പ്. എക്സാക്ട്ലി ഒരു 10 വർഷം മുമ്പ്. ഇപ്പൊ ഹസ്ബൻഡ് സാബു, അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, ഞാനും ഒരു നല്ല വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ചേരുമ്പോ അത്ര നല്ലതല്ല. അല്ല, സീരിയസ്ലി. കാരണം എന്താ വെച്ചാൽ സാബുവിന് എന്നേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഭാര്യയെ കിട്ടുമായിരുന്നു. അതായത് ആളുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവലേ വേറെയാണ്, എന്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവലേ വേറെയാണ്. അപ്പൊ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ വെറും ഒരു ചായ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ബന്ധമല്ലേ ഉള്ളൂ. അപ്പൊ അത് ലൈഫിലേക്ക് എത്തിയപ്പോ അതങ്ങ് ആപ്റ്റ് ആയില്ല. ശരിക്കും പറയുന്ന അറേഞ്ച് മാരേജ് കഴിഞ്ഞിട്ട് അത് നിശ്ചയിക്കുമ്പോഴേ കുറെ നാൾ തമ്മിൽ മനസ്സിലാക്കാനുള്ള സമയം വേണം എന്നൊക്കെ. ചേച്ചിയൊക്കെ പ്രണയത്തിന്റെ വക്താവല്ലേ? ഞങ്ങളൊക്കെ മൗണ്ട് എവറസ്റ്റില. ഭാഗ്യവതി, ഒന്നും പറയാനില്ല. ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗം നരകമൊക്കെ. നമുക്കൊരു ബെസ്റ്റ് പാർട്ട്ണർ കിട്ടിയ മാരേജിനോളം അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമേ ഇല്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും. ബെസ്റ്റ് അല്ലെങ്കിൽ അതിനോളം വലിയൊരു നരകവുമില്ല. കാരണം ഒരു വീടിനുള്ളിൽ തന്നെ കുട്ടും ബുദ്ധിമുട്ട്. അപ്പൊ ഒരു 10 വർഷം മുമ്പ് എക്സാക്ട് ഡിപ്രഷൻ ആയിരുന്നു ചേച്ചി. നമ്മളിങ്ങനെ ആളെത്തുമ്പോൾ വീടെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. ശരിക്കും ടീച്ചറിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഒരു ഹെൽത്തി റിലേഷൻ എന്ന് പറയുന്നത്? ഹെൽത്തി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ആണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോലും അല്ല. നമുക്കൊരാളോട് അപ്പുറത്തെ ആളോട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അവരുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒന്നും അവരെ നമ്മൾ കുറ്റപ്പറയില്ല. മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പരം ബഹുമാനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹവും ഒക്കെ ഒപ്പം വന്നു പോകും. ആ മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചതിക്കാൻ തോന്നും, കുറ്റം പറയാൻ തോന്നും. ഇൻലോസിനോട് നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ച് മോശം പറയാൻ തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളില്ലാത്ത സാഹചര്യത്തില് ഇപ്പോ മിക്കവാറും വീടുകൾ അത് തന്നെയല്ലേ ഉണ്ടാവുന്നത്. ഹസ്ബൻഡ് ഫാമിലിയും കൂടിയിട്ട് ഈ പെൺകുട്ടിയെ കുറിച്ച് കുറ്റം പറയുന്നു. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് വീടും കൂടൊക്കെ ഇട്ടെറിഞ്ഞിട്ടല്ലേ കൊച്ചു വരുന്നത്. ഒരു പുതിയ ലോകത്തേക്കാണ് അല്ലേ? അപ്പൊ അവരെ സംബന്ധിച്ച് ശരിക്കും ഒരു ചെടി പറിച്ചു നടന്ന പോലെയാ. കറക്റ്റ് അല്ലെ? പെൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ കാര്യം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നും പിടിവിട്ടു, ഭർത്താവിന്റെ വീടുമില്ല, അനാഥരാവുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. കറക്റ്റ് ആട്ടോ. നമ്മുടെ വന്ന് കയറുന്ന വീട് നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. അല്ല, ഞാൻ പറയുന്നത് വീടും മൊത്തം സപ്പോർട്ട് ചെയ്യേണ്ട ചേച്ചി. പാർട്ട്ണർ, ഞാൻ പറയുന്നത് ആ വീട്ടുകാരെ മൊത്തം നമുക്ക് എന്തായാലും നന്നാക്കാൻ പറ്റില്ല. കാരണം അവര് വളർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം അവരുടെ അപ്പനും അമ്മയും ഇവരെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഇതുണ്ടാവും. പക്ഷെ ഹസ്ബൻഡ് എന്താ വിചാരിക്കേണ്ടത്? ഇവളെ എന്നെ വിശ്വസിച്ച എന്റെ കൂടെ വന്നേ. അപ്പൊ ഇവളെ നമ്മളെ അതാണ്, ഇവളെ എന്റെ കൂടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ നിശ ചേച്ചി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതുപോലെ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു സ്ത്രീ തീർത്തും പുതിയൊരു ലോകത്തേക്ക് പറിച്ചു നടപ്പെടുകയാണ്. ഇത്രയും കാലം വളർന്നു വന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ സാഹചര്യം, വ്യത്യസ്തമായ മനുഷ്യന്മാർ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീയെ പെട്ടെന്ന് പറിച്ചു നടപ്പെടുമ്പോൾ അവൾക്ക് അതിന്റേതായ പരിഗണന നൽകണമെന്നാണ് നിശ ടീച്ചർ പറയുന്നത്. ഇതന്നെയാണ് ടീച്ചർ ഫെമിനിസവും പറയുന്നത്. ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു യജമാനൻ അടിമ എന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തം
വ്യക്തമായി. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെയുള്ള ഒരു റിലേഷനായി ഭാര്യ ഭർത്താവ് റിലേഷൻ മാറുക എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞു എന്ന് കരുതി ഒരാൾ മറ്റൊരാളുടെ അടിമയാകുന്നില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടേതായ സുഹൃത്തുക്കളും ഹോബികളും അഭിപ്രായങ്ങളും ഉണ്ടാകും. പരസ്പരം നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് മ്യൂച്വൽ റെസ്പെക്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലെ, അതിനാണ് ടീച്ചർ ഈ ഫെമിനിസം എന്ന് പറയുന്നത്. ഈ ഫെമിനിസത്തെ കുറിച്ച് പുച്ഛിക്കുകയും അട്ടഹസിച്ചിരിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് എന്താണ് യഥാർത്ഥ ഫെമിനിസം എന്ന് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്നത് മുഴുവനും ഫെമിനിസം ആണെന്നുള്ളൊരു ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായേനെ. ഇനി ഇവരുടെ വേറെ 1-2 വീഡിയോകളും കൂടി ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഒരു പെണ്ണ് മരിക്കുന്നവരെ അവിടെ തന്നെ നിൽക്കണം. ഭർത്താവ് തല്ലിക്കൊന്നു കഴിയുമ്പോ അയ്യോ എന്നാലും അവള് മരിച്ചൂലേ, അവളെ എനിക്ക് ചിലര് എഴുതുന്ന ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കമന്റ് ഇല്ലേ രമ്യ, അവളെ എനിക്ക് തരാമായിരുന്നില്ലേ, ഞാൻ എന്റെ മകളായി നോക്കുമായിരുന്നല്ലോ. നമ്മുടെ മലയാളികൾക്ക് ഇവിടെ ഡബിൾ സ്റ്റാൻഡ് ആണ്. അതായത് ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ കുട്ടീനെ ഒരിക്കലും തിരിച്ചു കൊണ്ടിരില്ല. ആ കുട്ടി മരിച്ചു കഴിയുമ്പോൾ വിലപിക്കും. പക്ഷെ ഞാൻ ആ മരിക്കണവരെ അവിടെ കാത്തുന്നില്ല. ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഞാൻ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇങ്ങോട്ട് വരികയാണ്, നിങ്ങൾ ഓക്കെ ആണോ അല്ലേ? പക്ഷെ അമ്മ പറഞ്ഞു ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ എന്നൊക്കെ അമ്മ ചോദിച്ചപ്പോ എന്റെ മകൾ, എനിക്ക് 2 മക്കളാണ്. മൂത്ത മോള് അപർണ, ഇപ്പൊ 21 വയസ്സ്, ചെറിയ മോള് അർച്ചന 11 വയസ്സ്. അപ്പൊ അന്ന് അപ്പൂസ് മോള് പറഞ്ഞു, ഇല്ല എന്റെ അമ്മേനെ കൊച്ചമാമാന്ന് വിളിക്കാം. അമ്മയുടെ അടുത്ത് എന്റെ മകള് പറഞ്ഞു, ഇല്ല കൊച്ചമാമ ഇനി അവിടെ നിന്നാ ശരിയാവില്ല, എനിക്ക് അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവിടെ, പിന്നെ അവിടെ നിന്നാ ശരിയാവില്ല, നമുക്ക് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോ മാസത്തിലൊരിക്കൽ ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യും. കറണ്ട് ബില്ലടയ്ക്കും, ടെലിഫോൺ ബില്ലടയ്ക്കും, കുടുംബത്തെ കാര്യങ്ങൾ മൊത്തം ചെയ്യും, മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ആദ്യം പോയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ബിരിയാണി വാങ്ങിയാൽ തിരിക്കും. ആദ്യം ഞാൻ എന്നെ സന്തോഷം, എന്നിട്ട് അല്ലാണ്ട് നമ്മൾ സാധാരണ വീടുകളിൽ അമ്മമാര് ഐസ്ക്രീം ഒക്കെ വാങ്ങുമ്പോ പങ്കുവെക്കണം കണ്ടിട്ടില്ല, എല്ലാ കിടാങ്ങൾക്കും പങ്കുവെച്ചിട്ട് അവസാനം ഐസ്ക്രീമിന്റെ ചപ്പിലൊന്നും ഉണ്ടാവില്ല. ഞാൻ ആദ്യം എനിക്ക് രമ്യ പ്രയോറിറ്റൈസ് യുവർസെൽഫ്. ആദ്യം നമുക്ക് കഴിക്കാം. അപ്പൊ എന്റെ അമ്മ ചോദിക്കും, എന്തോ അമ്മയാണ് നീ കിടാങ്ങൾക്ക് കൊടുക്കാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് തിന്നാണ്ട് ഇറങ്ങില്ലേ. അതുകൊണ്ട് കുട്ടൂസൊക്കെ എന്റെ ചെറുത്ത് പറയും, ഇതെന്റെ ചേട്ടാ ഇതെടുക്കരുത്. ഇന്നലെ കിടന്നുറങ്ങാൻ പോണ നേരത്ത് കുട്ടൂസ് 2 ലൈസിന്റെ പാക്കറ്റ് ഉൾമേശം വെച്ചിട്ട്, അമ്മ അതെങ്ങാനും എടുക്കരുത് അടിച്ചു മാറ്റി. ഞാൻ ഈ ലേറ്റ് നൈറ്റിൽ വരുന്ന ആളുടെ അടുത്ത് ഹസ്ബൻഡ് അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ തോണ്ടും, സവട്ടെ നിന്നിട്ടുണ്ടായി, സവട്ടെ എന്താ കടയിൽ വിശേഷം സവട്ടെ. അങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ പറക്കണം. ഇപ്പൊ രമ്യ ഒരു പരിചയമില്ലാത്ത രമ്യയോട് ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സാബുവിനോട് എന്തോരം സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നിരിക്കും. തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ പറയുന്നു, സാബു ഒരു നല്ല വ്യക്തിയാണ്. പക്ഷെ സാബുവിന് പറ്റിയൊരു ഭാര്യ ഞാനല്ല. മനസ്സിലായോ? ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും സാബുവിന് എന്താണ് പ്രശ്നം, അയാൾ നല്ല നൈസ് പേഴ്സൺ. പക്ഷെ ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് കോംബോ. പെർഫെക്റ്റ് എന്നല്ല, ദിസ് ഇസ് നോട്ട് എ കോംബോ അറ്റ് ഓൾ. പെർഫെക്ഷൻ വിടും. അപ്പൊ അങ്ങനെയായപ്പോ പിന്നെയും അഗെയിൻ ഫ്രസ്ട്രേഷൻ ആയപ്പോ ആളുകൾ എല്ലാവരും പറഞ്ഞു, ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി, അതാണ് ആളുകൾ ചെയ്യുന്ന വേറൊരു മോശം പരിപാടി. കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടായാൽ ശരിയാവുന്നു. കുട്ടി ഉണ്ടായ ആൾക്കാർ ശരിയാവില്ല കേട്ടാ, ആ കുട്ടിക്കും കൂടി പ്രശ്നമാവുന്നല്ലാതെ പിന്നെയും ആ ഒരു ജീവിതം നമ്മൾ ഇങ്ങനെ തള്ളി നീക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ചെന്നത് ഇതിലും വലിയ ഭീകരാവസ്ഥയിലേക്കായിരുന്നു. കാരണം പിന്നെ കല്യാണം കഴിച്ച് ചെല്ലുന്നത് സാബുവിന്റെ അടുത്തേക്കല്ലേ. സാബുവിനെ സംബന്ധിച്ച് ആള് ഒട്ടും റൊമാൻസിന്റെ കാര്യം പോട്ടെ, ഒരു കെയർ ഒക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ. അവര് ജ്വല്ലറി ഫീൽഡ് ആയതുകൊണ്ട് അവര് ഈവനിങ് 10:30 രാത്രി, ലേറ്റ് നൈറ്റ് ആണ് സാബു വീട്ടിലേക്ക് എത്താം, വെരി ലേറ്റ് നൈറ്റ്. അപ്പൊ ഞാൻ എന്റെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റി വെച്ച ആൾക്ക് സാബുവിന് ഏറ്റവും ഇഷ്ടം കായും പയറും ഉപ്പേരിയാണ് ഇഷ്ടം. അതല്ലെങ്കിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ സാബുവിന് ഇഷ്ടം നാളികേരം അരച്ചു വെക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ സാബേറിന് ഇഷ്ടമുള്ള രീതിയിൽ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ 7 മണിക്ക് വെച്ചിക്കണം, ഞാൻ കഴിക്കാതെ 10:30 വരെ കാത്തിരിക്കും. പക്ഷെ ലേറ്റ് നൈറ്റ് സാബു വന്നു കഴിഞ്ഞാൽ വന്നതും ചെയ്യുന്നത് ESPN. ആള് ഭയങ്കര ഒരു ഫുട്ബോൾ ലവറാണ്. ആളാ ESPN മാത്രം ഇങ്ങനെ 24/7 ESPN ഫുട്ബോൾ കളി ഉണ്ടെന്ന്. ഫുട്ബോൾ കളിയെ ഞാൻ വെറുത്തു വരെ പോയി എന്റെ രമ്യ. കാരണം ഈ ടിവിയിൽ ഇങ്ങനെ 24/7 ഈ ഗോൾ അടിക്കണ ശബ്ദവും മിനിറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യണതും ത്രൂ ഔട്ട്. ഈ മൊമെന്റ് ഞാൻ മരിച്ചുപോയി എന്റെ മനസ്സിൽ ഒന്നുമില്ല. ആ വ്യക്തിക്ക് നമ്മളൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ വൈ വി ഷുഡ് സ്റ്റേ ബാക്ക് ദർ എന്നുള്ളതാണ്. ഇപ്പൊ ആള് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു വീടൊക്കെ പണിതു ആരോ പറഞ്ഞു, കരഞ്ഞ് കാല് പിടിച്ച് സാബേട്ടാന്നൊക്കെ പറഞ്ഞു. അതൊന്നും നടക്കാണ്ടായപ്പോ നല്ല ഭീഷണിയായിരുന്നു ഞാൻ. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് നമ്മൾ എന്താക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. എല്ലാം ഉണ്ടായിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ദർ ഇസ് നോട്ട് അറ്റ് ഓൾ എ പെർഫെക്റ്റ് ടൈം ഫോർ ഹാപ്പിനെസ്. ഒരു പെണ്ണ് മരിക്കുന്നവരെ അവിടെ തന്നെ നിൽക്കണം. ഭർത്താവ് തല്ലിക്കൊന്നു കഴിയുമ്പോ അയ്യോ എന്നാലും അവള് മരിച്ചൂലേ. കാരണം ആളുകൾക്ക് കരയാൻ ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. പലരും വിചാരിക്കുന്നത് കരയുന്നത് നമ്മൾ വീക്ക് ആവുമ്പോഴാണ്. തെറ്റാണ്. കേട്ടല്ലോ, ഇവർ ഈ വീഡിയോകളിൽ ഉടനീളം പറയുന്ന പല കാര്യങ്ങളും ഫെമിനിസ്റ്റ് ആശയങ്ങളാണ്. കാലങ്ങളായി നടന്നു വന്നിരുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളിലൂടെ ആളുകളിലേക്ക് എത്തിയ ആശയങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ഇങ്ങനെ തുറന്നു പറയാനും ഇതിനനുസരിച്ച് ജീവിക്കാനും നിഷിത് ടീച്ചർക്ക് കഴിയുന്നത് ഇവിടെ ഫെമിനിസം ഉണ്ടായതുകൊണ്ടാണ്. ഇവരൊക്കെ എന്താണെന്ന് അറിയോ, കുറെ ആളുകളുടെ കഷ്ടപ്പാടിന്റെ ഫലം അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. താങ്കൾക്ക് ഇപ്പം കിട്ടുന്ന അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഇവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നു. കേവലം ഉപരി വിപ്ലവത മാത്രമാണ് ഫെമിനിസം എന്നിവർ തെറ്റിദ്ധരിക്കുന്നു. അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. സെൽഫ് ലവിനെ കുറിച്ചും വിവാഹ ജീവിതത്തിലെ മ്യൂച്വൽ റെസ്പെക്റ്റിനെ കുറിച്ചും വിവാഹ
വിവാഹ ജീവിതം ടോക്സിക് ആണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി പോരേണ്ടതിനെ കുറിച്ചുമെല്ലാം ഇവർ വാ തോരാതെ സംസാരിക്കുന്നു. പക്ഷെ ഇവർക്ക് ഫെമിനിസത്തെ പുച്ഛവുമാണ്. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. വിവരമില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത് എന്ന് മാത്രമേ ഇവരോട് എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.